ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ക്രൂശും എടുത്തിനി ഞാനൻ യേശുവെ പിൻചെൽകയാ, പാരിൽ പരദേശിയായി ഞാൻ മോക്ഷ വീട്ടിൽ പോകയാ. ജീവനൻ തേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ മലാഖി പ്രവാചക പുസ്തകം ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ കേൾവിക്കാർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുക. ഈ മലാഖി പ്രവാചക പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം ഞാൻ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കണം. ഇപ്പോഴോ പുരോഹിതന്മാരെ, ഈ ആജ്ഞ നിങ്ങളോടാകുന്നു. നിങ്ങൾ കേട്ടനുസരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സ് വയ്ക്കുകയും ചെയ്യാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയച്ച് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ ശപിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. 1-ാം അധ്യായം ദൈവം ഇസ്രായേലിൻ്റെ പാപത്തെക്കുറിച്ച്, വിശേഷാൽ പുരോഹിതന്മാർ ചെയ്ത പാപത്തെക്കുറിച്ച് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അവിടെ ദൈവം പറയുന്നത്, ഊനമുള്ള, യോഗ്യമല്ലാത്ത, മുടന്തുള്ളത്, കണ്ണുപൊട്ടിപ്പോയത്, ദൈവം ആഗ്രഹിക്കാത്തത്, ദൈവം വെറുക്കുന്നതായ യാഗവസ്തുക്കളെ കൊണ്ടുവന്നു യാഗം കഴിക്കുന്ന വഞ്ചകൻ, ശപിക്കപ്പെട്ടവൻ, ഞാൻ മഹാരാജാവാണ്, എന്നോടുള്ള ബഹുമാനവും ഭക്തിയും എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ശാപത്തിൻ്റെ വാക്ക് ദൈവം പറഞ്ഞു വയ്ക്കുകയാണ്. എന്താണ് ആ വാക്ക്? ദൈവഹിതമല്ലാത്തതിനെ യാഗം കഴിക്കുന്ന വഞ്ചകൻ, ശപിക്കപ്പെട്ടവൻ എന്നാണ്. എന്നിട്ട് പുരോഹിതന്മാരെ വിളിക്കുകയാണ് ദൈവം. ഇപ്പോഴോ പുരോഹിതന്മാരെ, നിങ്ങൾ ചെയ്തു വന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരിക്കുന്നു. ശാപത്തിൻ്റെതായ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു വച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സമയത്ത്, ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം എന്ന് ദൈവം ഈ പുരോഹിതന്മാരെ വിളിച്ച് പറയുകയാണ്. കൃത്യമായിട്ട് ദൈവം അവരെ തന്നെ ഫോക്കസ് ചെയ്യുകയാണ്, പുരോഹിതന്മാരെ തന്നെ. എന്നിട്ട് പുരോഹിതന്മാരെ വിളിച്ചിട്ട് ദൈവം പറയുകയാണ്, ഈ ആജ്ഞ നിങ്ങളോടാണ് ഞാൻ കൽപ്പിക്കുന്നത്. ഇതൊരപേക്ഷയല്ല, മറിച്ച് ഇതൊരു ആജ്ഞയാണ്. എന്തിനാണ് ദൈവം അവരോട് ആജ്ഞാപിക്കുന്നത്? ദൈവം ഒരു കമാൻഡ്മെൻ്റ് ഇവിടെ നൽകുകയാണ്, ഒരാജ്ഞയാണത്, ഒരു അപേക്ഷയല്ല. എന്താണ്? വരുവാനിരിക്കുന്ന ദൈവത്തിൻ്റെ ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടതിനായിട്ട് നിങ്ങൾ മനസ്സ് വയ്ക്കണം. ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. അതിന് സമയം ദൈവം തരികയാണ് എന്ന് ദൈവം പറയുക. ദൈവം അവരോട് സംസാരിക്കുമ്പോൾ അവരോട് പറയുന്നത് അവരോടുള്ള സ്നേഹനിമിത്തമാണ്. ഇസ്രായേലിനെ കൈവിടാൻ ദൈവത്തിന് മനസ്സില്ല. ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുകയാണ്. അവരുടെ പാപങ്ങളെ ക്ഷമിച്ചു കൊടുക്കുവാൻ, അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുവാൻ, അവരുടെ മേൽ ശാപമല്ല അനുഗ്രഹമാണ് വരേണ്ടതെന്ന് മനസ്സിലാക്കി അവർക്ക് അനുഗ്രഹം നൽകേണ്ടതിന് മനസ്സ് വെച്ചുകൊണ്ട് ദൈവം പിന്നെയും പുരോഹിതന്മാരോട് സംസാരിക്കുകയാണ്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കൂ, ദൈവത്തിൻ്റെ ആ സ്നേഹം എത്ര വലുതാണ്. തൻ്റെ മക്കളോട്, തന്നെ ശുശ്രൂഷിക്കുന്ന തൻ്റെ ജനത്തോട്
ദൈവത്തിനുള്ള കരുതലും സ്നേഹവും എത്ര വലുതാണ് എന്ന് നാം ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കും. വീണ്ടെടുക്കപ്പെട്ട ദൈവജനമായ നമ്മളോട് ദൈവം എത്ര കരുണയോടെയാണ്, എത്ര മനസ്സലിവോടെയാണ് ഇടപെടുന്നത് എന്നുള്ളത് നമ്മുടെ ജീവിത അനുഭവം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയവരാണ്. നമ്മെ എത്ര അധികമായിട്ടാണ് അവൻ സ്നേഹിക്കുന്നത്, എത്ര അധികമായിട്ടാണ് നമ്മെ കരുതുകയും സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത്. എന്തെല്ലാം പ്രതിസന്ധികളിൽ നിന്നാണ് ദൈവം നമ്മെ വിടുവിച്ചത്. നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന എന്തെല്ലാം ബുദ്ധിമുട്ടുകളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്നാണ് ദൈവം നമ്മളെ സംരക്ഷിച്ച് അനുദിനം പുലർത്തി മുമ്പോട്ട് നടത്തുന്നത്. എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി, എങ്കിലും ദൈവം നമ്മെ പിന്നെയും ശേഷിപ്പിച്ചിരിക്കുക. അവർ നമ്മളെക്കാൾ മോശക്കാരായതുകൊണ്ടല്ല മരിച്ചുപോയത്, അവർ നമ്മളെക്കാൾ പാപികളായതുകൊണ്ടല്ല മരിച്ചുപോയത്. അവർ നമ്മളെക്കാൾ ഭക്തി കുറഞ്ഞവരായതുകൊണ്ടുമല്ല മരണപ്പെട്ടു പോയത്. പിന്നെയോ അവരെ വിളിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി, നമ്മെ പിന്നെയും ഈ ഭൂമിയിൽ ജീവനോടെ വയ്ക്കുവാനും ദൈവത്തിന് പ്രസാദം തോന്നി. എന്തുകൊണ്ട് നമ്മളെ പിന്നെയും ഭൂമിയിൽ ശേഷിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ എനിക്കതിന് പറയാനുള്ളൂ. ദൈവം സ്നേഹവാനാണ്. നാം കുറച്ചുകൂടി മാനസാന്തരപ്പെട്ട്, കുറച്ചുകൂടി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ്, കുറച്ചുകൂടി ഭക്തിയിൽ ജീവിച്ച്, കുറച്ചുകൂടി സാക്ഷ്യവും മാതൃകയുള്ളവരായി ജീവിച്ച്, കുറച്ചുകൂടി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, ആ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവഹിതത്തിന് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഭക്തിയുള്ള വിശുദ്ധന്മാരായി ജീവിക്കേണ്ടതിനായിട്ട് ദൈവം പിന്നെയും നമുക്ക് അവസരം തന്ന് നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കിയെന്നേ ഉള്ളൂ. അല്ലാതെ ഞാനെന്തോ വലിയവനായതുകൊണ്ടാണ്, ഞാൻ മിടുക്കനായതുകൊണ്ടാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ മിടുക്കും കഴിവും കൊണ്ടൊന്നുമല്ല നാം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്, മറിച്ച് നമ്മുടെ ദൈവം ദയവുള്ള ദൈവമായതുകൊണ്ടാണ്. ഇവിടെ ഈ ഭാഗത്ത് ദൈവം അവരോട് കൽപ്പിക്കുകയാണ്, പുരോഹിതന്മാരെ, ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. എന്താ ദൈവം ആജ്ഞാപിക്കുന്നത്? നിങ്ങൾ കേട്ടനുസരിക്കുകയും എൻ്റെ നാമത്തിനും മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സ് വയ്ക്കുകയും ചെയ്യണം. ചെയ്യാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയക്കുമെന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? നിങ്ങൾ ചെയ്യണം എന്നാ. എന്താ ചെയ്യേണ്ടത്? അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കും, നിങ്ങൾ കേട്ടനുസരിക്കണം. ഒന്നാമത് പറയുന്നത് നിങ്ങൾ കേൾക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. 2, അത് അനുസരിക്കണം. കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാകും. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പോലും പലപ്പോഴും നമുക്ക് മനസ്സില്ല. അതിനു മുമ്പ് നാം പലപ്പോഴും ചാടിക്കടിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ചീറുന്നവരായി നിൽക്കുകയാണ്. മറ്റുള്ള ആൾക്ക് എന്നോട് എന്താ സംസാരിക്കാനുള്ളത്, അത് കേൾക്കാനൊരു മനസ്സ് വയ്ക്കണ്ടേ? ഒരു നല്ല കൗൺസിലർ നല്ലൊരു കേൾവിക്കാരനാണെന്നാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം നന്നായിട്ട് ദൈവത്തെ കേൾക്കണം. ദൈവത്തിന് എന്നോട് പറയാനുള്ളത് എന്താണ് അത് കേൾക്കണം. ക്ഷമയോടെ കേൾക്കണം, മനസ്സോടെ കേൾക്കണം, സമയമെടുത്ത് നമ്മളത് കേൾക്കണം. ഞാനിതിങ്ങനെ പറയട്ടെ, ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കണമെങ്കിൽ, ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ദൈവവചനം നമ്മൾ വായിക്കണം. അപ്പോൾ ആ ദൈവം പറയുകയാണ്, നിങ്ങൾ കേൾക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കണമെങ്കിൽ ആദ്യം കേൾക്കണമല്ലോ. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? വിശുദ്ധ വേദപുസ്തകം വായിക്കണം, ദൈവത്തിൻ്റെ വചനം വായിക്കണം. ദൈവത്തിൻ്റെ പ്രമാണം മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ ആലോചന മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുവാൻ, ദൈവം നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുവാൻ, നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കണം, നാം എങ്ങനെ ജീവിക്കണം, നാം എങ്ങനെയാണ് ഒരു വിശ്വാസി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്, ഈ നമ്മുടെ പ്രത്യാശ എന്താണ്, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഏതെല്ലാം കാര്യങ്ങൾ വേണം നാം ചെയ്യാൻ, ഏതൊക്കെ ചെയ്യാൻ പാടില്ല, ഈ വക കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാനും മനസ്സിലാക്കാനും വേണ്ടി നാം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവേ ഉള്ളൂ, തിരുവചനം വായിക്കണം എന്നുള്ളതാണ്. ഇന്ന് വേദപുസ്തകം വായിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു. ഞായറാഴ്ചകളിൽ വേദപുസ്തകം എടുത്ത് പോകുന്നവരായിട്ട് ചർച്ചിൽ പോകുന്നവർ തിരിച്ചു വന്ന് അതുപോലെ തന്നെ വെച്ചിട്ട് പിന്നെ അടുത്ത ഞായറാഴ്ചയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവരായി പലപ്പോഴും നമ്മൾ മാറിയിരിക്കുന്നു.
ഞായറാഴ്ചകളിൽ പൊടി തട്ടിയെടുക്കേണ്ടുന്ന ഒരു വസ്തുവല്ല വേദപുസ്തകം. പിന്നെയോ പ്രതിദിനം നാം ആഗ്രഹത്തോടെ, ആവേശത്തോടെ, സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ, അറിയാനുള്ള ആഗ്രഹത്തോടെ വായിച്ച് മനസ്സിലാക്കി ഗ്രഹിക്കേണ്ടുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. അത് ദൈവത്തിൻ്റെ വചനമാ. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനകളാണ് അതിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി കർത്താവേ എന്നോട് സംസാരിക്കണമേ, ഞാൻ അനുസരിക്കേണ്ടതിന് എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആലോചനയോടെ, ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നാം ഇരുന്ന് വിശുദ്ധ വേദപുസ്തകം വായിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം നമ്മോട് സംസാരിക്കും. ഇവിടെ പറയുകയാണ്, ഞാനൊരാജ്ഞ നിങ്ങളോട് കൽപ്പിക്കുന്നു. എന്താണ്? ഞാൻ നിങ്ങളോട് ഒരു കൽപ്പന തരുന്നു. എന്താ? നിങ്ങൾ കേട്ടനുസരിക്കണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കേട്ടനുസരിക്കണം. കേൾക്കണം. കേൾക്കുന്ന കാര്യം അനുസരിക്കണം. കേൾക്കണം എന്ന് പറഞ്ഞാൽ തിരുവചനം വായിക്കണം, കേൾക്കണം. ദൈവദാസന്മാർ പ്രസംഗിക്കുന്നത് കേൾക്കണം. ദൈവവചനം വായിക്കാൻ അറിയത്തില്ലെങ്കിൽ മറ്റുള്ളവർ വായിക്കുമ്പോൾ അത് ശ്രദ്ധയോടെ കേൾക്കണം. അങ്ങനെ ദൈവവചനം കേൾക്കണം. കേൾക്കാൻ ഒരുപാട് സൗകര്യങ്ങൾ ഇന്ന് ലോകത്തിൽ ദൈവം ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. തിരുവചനം വായിക്കും, എനിക്ക് സമയമില്ല, കേൾക്കണം. സമയമില്ല എന്ന് പറഞ്ഞ് പോകാനായിട്ടല്ല, കേൾക്കണം. കേൾക്കണം. കേട്ട് രണ്ടാമത്തെ കാര്യം, അനുസരിക്കുവാൻ മനസ്സ് വയ്ക്കണം. അനുസരിക്കുവാൻ താല്പര്യം കാണിക്കണം. അവിടെ ഒറ്റ വാക്കാണ് പറഞ്ഞിരിക്കുന്നത്, അനുസരിക്കണം. കേട്ടനുസരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പന കേട്ടനുസരിക്കണം. അനുസരിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെടുന്നവർ. ദൈവവചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുകയാണ്. ആകയാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ, കർത്താവേ നിന്റെ വചനം കേൾക്കാനും, നിന്റെ വചനം വായിക്കാനും, നിന്റെ വചനം പഠിക്കാനും, അതനുസരിക്കുവാനും എനിക്ക് കൃപ തരണമേ. തിരുവചനം അനുസരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഞാൻ അനുസരിക്കാത്തൊരു ദുഷ്ടനായിട്ടോ കഠിനഹൃദയനായിട്ടോ അല്ല, മറിച്ച് ദൈവത്തെ അനുസരിക്കുന്ന ഒരു ഭക്തനായി ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ജീവിക്കാം. അതിന് നമ്മുടെ കർത്താവ് സഹായിക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. മാനം, ധനം, ലോകജ്ഞാനം, സ്ഥാനം, സുഖമിതെല്ലാം ലാഭം അല്ലെനിക്കിനീവൻ ഛേദമെന്നറിഞ്ഞു ഞാൻ. ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ